ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിച്ച കാര്യം അറിയാവോ നിങ്ങൾക്ക്? ഈ PHS വെച്ച ഒരു ക്ലാസ് അതിനോടനുബന്ധിച്ച് നമ്മൾ സംഘടിപ്പിച്ചായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അതിലുണ്ടായിരുന്നോ? ഇല്ല. അപ്പോ അങ്ങനെ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് പറയുന്നത്. ഈ ഒരു പരിസരത്ത് തന്നെ ഹെപ്പറ്റൈറ്റിസ് A സ്ഥിരീകരിച്ചത് 28 പേർക്കാണ് ഈ ഒരു വർഷത്തിൽ. പക്ഷേ അത് കഴിഞ്ഞ വർഷത്തിൽ വെറും 2 കേസുകൾ മാത്രമായിരുന്നു. അപ്പോ 2 എന്നുള്ളൊരു കേസ് 28ലേക്കാണ് ഉയർന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ അതിന്റെ ഒരു ഗുരുതരാവസ്ഥ എത്രയാണെന്ന് നമുക്ക് ചിന്തിക്കാം. പിന്നെ ഈ ഒരു പരിസരത്ത് നമ്മൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയത് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് വഴി ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് A സ്ഥിരീകരിച്ചു. അതായത് മലിനമായ ഭക്ഷണമല്ല, അവര് ആ പാത്രം കഴുകുന്നത് ഒരു വൃത്തിയില്ലാത്ത വെള്ളം യൂസ് ചെയ്തിട്ടാണ്. അങ്ങനെയാണ് അയാൾക്ക് ഹെപ്പറ്റൈറ്റിസ് A സ്ഥിരീകരിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി എന്റെ സുഹൃത്ത് മിസ് അൻഷേഷ്. നമസ്കാരം. അപ്പോൾ എൻ്റെ സുഹൃത്ത് നിത്യ ഒരു രോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ഒരു ആമുഖം തന്നു. ഹെപ്പറ്റൈറ്റിസ് A. ഹെപ്പറ്റൈറ്റിസ് A എന്ന് പറയുന്നത് നമുക്ക് സാധാരണ മഞ്ഞപ്പിത്തം എന്നറിയപ്പെടുന്നു. ഇവ കരളിൽ ബാധിക്കുന്നത് കാരണം കൊണ്ട് തന്നെ ഇവയെ കരൾ വീക്കം എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ രോഗവ്യാപന രീതിയെക്കുറിച്ചാണ്. ഈ രോഗം ആരിൻ മൂലം എത്തുന്നു, ഇതെങ്ങനെ പടരുന്നു, അതുപോലെ തന്നെ ഏത് പരിസ്ഥിതിയിലൂടെയാണ് ഈ രോഗം പടരുന്നത്. ഹെപ്പറ്റൈറ്റിസ് A എന്നുള്ളത് ഒരു വൈറസ് ആണ്. ഇതൊരു വൈറൽ അണുബാധയാണ്. ഈ ഒരു വൈറസ് നമ്മൾ ഇപ്പം നിത്യ പറഞ്ഞതുപോലെ തന്നെ മലിനമായ ജലത്തിൽ നിന്നോ അല്ലെങ്കിൽ മലിനമായ ഭക്ഷണത്തിൽ നിന്നോ നമ്മുടെ ഒരു അശ്രദ്ധ മൂലമാണ് ഈ ഒരു രോഗം ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പടർന്നു പോകുന്നത്. ഈ ഒരു വൈറസിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു വെള്ളം നമ്മൾ വെറുതെ ചൂടാക്കിയെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ കിണർ ക്ലോറിനേഷൻ ചെയ്തെന്ന് പറഞ്ഞോ നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു വൈറസ് അല്ലെങ്കിൽ നശിക്കുവാൻ ചാൻസ് ഇല്ല. ഇനി നമുക്ക് ആരിലൂടെയാണ് ഈ രോഗം പകരുന്നത്? മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് തന്നെയാണ് ഈ രോഗം പകരുന്നത്. അത് നമ്മുടെ അശ്രദ്ധ മൂലം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മലിനമായ ജലം, അതുപോലെ തന്നെ ഫുഡ്, കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നോ എല്ലാം ഈ ഒരു രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പോകുന്നു. കൂടുതലായിട്ടും കുട്ടികളിലാണ് ഈ രോഗം പകരുവാൻ ചാൻസ് കൂടുതലായിട്ടുള്ളത്. എന്നാൽ പോലും എല്ലാവരും ഇത് ബാധിക്കുന്നു. പക്ഷേ കുട്ടികളിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ, രോഗപ്രതിരോധ ശേഷി കുറവായത് കാരണം കൊണ്ട് തന്നെ കുട്ടികളിൽ ഇത് ഫോക്കസ്ഡ് ആണ്. പിന്നെ പ്രായഭേദമന്യേ എല്ലാവർക്കും ബാധിക്കുന്നതായിരിക്കും. നമ്മൾ പറഞ്ഞു കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. എന്നാൽ ആൺ പെൺ വ്യത്യാസമില്ലാതെയും ഈ രോഗം പടരുന്നു. ഇനി നമ്മൾ പരിസ്ഥിതിയാണ് പറയാൻ പോകുന്നത്. എല്ലാ വർഷം എല്ലാ കാലത്തും തന്നെ ഉണ്ടാകുന്നതാണ് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക്. എന്നാൽ പോലും കൂടുതലായിട്ടും മഴക്കാലത്താണ് ഇന്ത്യയിൽ ഇവ കാണപ്പെടാറുള്ളത്. ഞാൻ പറഞ്ഞത് രോഗവ്യാപന രീതിയെ കുറിച്ചാണ്. ആര് പടർത്തുന്നു? ആരെ പടർത്തുന്നേ? ഹെപ്പറ്റൈറ്റിസ് A വൈറസ്. ഓക്കെ, മനസ്സിലായോ? ഇനി ആരിലൂടെയാണ് പകരുന്നത്? മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക്. പിന്നെ ഏത് പരിസ്ഥിതിയാണ്? മലിനമായ ജലം, മലിനമായ ഭക്ഷണം, പിന്നെ തിങ്ങിക്കൂടി പാർപ്പിക്കുന്ന സ്ഥലത്ത് കൂടുതലും ബാധിക്കുന്നു എന്നിവയെല്ലാം കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി അടുത്തതായി ഇത്ര കാലം വേണം ഈ ഒരു രോഗം ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പോകുവാൻ വേണ്ടി. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി എൻ്റെ സുഹൃത്ത് മിസ് മഞ്ജുമയെ ക്ഷണിച്ചു. അതായത് ഈ മഞ്ഞപ്പിത്തത്തിന്റെ ഇൻക്യുബേഷൻ കാലയളവ് എന്നാണ് ഞാൻ പറയുന്നത്. ഇൻക്യുബേഷൻ കാലയളവ് എന്ന് പറഞ്ഞാൽ ഏതൊരു രോഗവും, അതായത് ആ രോഗം ഉണ്ടാക്കുന്ന വൈറസ് ശരീരത്തിൽ വരുന്നത് മുതൽ നമ്മുടെ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത് വരെയുള്ള ഒരു കാലഘട്ടത്തിനെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഈ ഇൻക്യുബേഷൻ കാലയളവ് മഞ്ഞപ്പിത്തത്തിന്റെ കാര്യത്തിൽ 15 മുതൽ 28 വരെയുള്ള ദിവസങ്ങളാണ്. അപ്പോൾ രോഗിന്റെ ശരീരത്തിലേക്ക് വൈറസ് ബാധിച്ച് പക്ഷേ രോഗലക്ഷണങ്ങളൊന്നും അയാൾ പ്രകടിപ്പിക്കുന്നില്ല. എന്നാലും ഈ രോഗിന്റെ ശരീരത്തിൽ വൈറസ് ഇങ്ങനെ പെരുകുന്നുണ്ടാവും. അപ്പോൾ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും ആ രോഗിക്ക് രോഗം മറ്റുള്ളവർക്ക് പകർത്താനുള്ള കഴിവുണ്ട്. പിന്നെയുള്ളത് ഈ പകർച്ചവ്യാധിന്റെ കാലയളവ്. അതായത് ഈ പകർച്ചവ്യാധിന്റെ കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറസിനെ കൊണ്ട് എത്ര കാലം ഇത് മറ്റുള്ളവരിലേക്ക് പകരാൻ പറ്റുന്നുള്ള ഒരു അളവാണ്. അപ്പൊ ഇത് 3ആയിട്ട് തിരിച്ചിട്ടുള്ളത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ആരംഭഘട്ടം. ഈ ആരംഭഘട്ടത്തിൽ അതായത് ഈ രോഗലക്ഷണങ്ങൾ വരുന്നതിന് 1-2 ആഴ്ച മുന്നേയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ രോഗിയുടെ മലത്തിലും സ്രവങ്ങളിലെല്ലാം വൈറസ് ഉണ്ടാവാം. അപ്പോൾ ഇതുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നവർക്ക് രോഗം വരാം. പിന്നെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു തീവ്രമായിട്ടുള്ള കാലഘട്ടം. അതായത് രോഗലക്ഷണങ്ങൾ പ്രകടമാവുന്നതിന്റെ ഒരാഴ്ച മുന്നുള്ള കാലഘട്ടം. ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ സാധ്യത കൂടുതലാണ്. രോഗം മറ്റുള്ളവർക്ക് പകരാൻ ഏറ്റവും കൂടുതൽ സാധ്യത പറഞ്ഞാൽ രോഗലക്ഷണം പ്രകടിക്കുന്നതിന്റെ ഒരാഴ്ച മുന്നുള്ള കാലഘട്ടമാണ്. പിന്നെയുള്ള അവസാന ഘട്ടം എന്ന് പറയുന്നത് ഈ രോഗലക്ഷണങ്ങളെ കാണിച്ചതിന് ശേഷം ഒരാഴ്ച. ഈ കാലഘട്ടത്തിൽ സാധ്യത കുറവായിരിക്കും, എന്നാലും ശരീരത്തിൽ വൈറസ് ഉണ്ടാകും.
അത് എങ്ങനെയാണ് വ്യാപിക്കുന്നത് എന്നുള്ളത്. വൈറസ് അടങ്ങിയിട്ടുള്ള മല അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിലേക്കൂടി അല്ലെങ്കിൽ വെള്ളം കഴിക്കുന്നതിലേക്കൂടിയാണ് ഈ മഞ്ഞപ്പിത്തം പകരുന്നത്. പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കം. രോഗിയുമായിട്ടുള്ള സമ്പർക്കം എന്ന് പറയുമ്പോൾ അവരുപയോഗിച്ച പാത്രത്തിലോ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം നമ്മൾ ബാക്കി കഴിക്കുകയെല്ലാം ചെയ്യുമ്പോൾ ഇത് രോഗം പകരും. കാരണം നമ്മുടെ സ്രവത്തിലും മലവിസർജ്യത്തിലെല്ലാം ഈ രോഗകാരി ഉണ്ടാവും. അപ്പൊ ആ രോഗി ഉപയോഗിച്ച സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വരും. അവരുപയോഗിച്ച് തോർത്ത് അല്ലെങ്കിൽ ബ്രഷ് അതെല്ലാം നമ്മൾ പങ്കിട്ട് ഉപയോഗിക്കുമ്പോൾ അത് വരാം. പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇത് വരാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ളൊരു കാരണം ശരിയായ രീതിയിൽ നമ്മൾ ശുചിത്വം പാലിച്ചിട്ടില്ലെങ്കിൽ രോഗം പിടിപെടാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗി ഉപയോഗിച്ച് ബാത്റൂം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരുപാടുണ്ടെങ്കിൽ രോഗി ഉപയോഗിച്ചിട്ട് നമ്മൾ പോകേണ്ടി വരും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ കൈയൊന്നും മര്യാദയ്ക്ക് കഴുകുന്നില്ല എന്നാണെങ്കിൽ കയ്യിൽ വൈറസ് ഉണ്ടാവാം. ആ കൈ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഉറപ്പായിട്ടും ശരീരത്തിലേക്ക് രോഗം കടക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച പോലുള്ള പ്രാണികളാണ്. ഈ പ്രാണികളെല്ലാം നമ്മൾ ഈ മലവിസർജ്യത്തിൽ പോയിരുന്ന് അതെന്തായാലും പാത്രത്തിലേക്ക് തുറന്നു വെച്ചിട്ടുള്ള പാത്രത്തിന്റെ അരികിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിലോ പോയിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രോഗകാരി ആ ഭക്ഷണത്തിലും പിന്നെ നമ്മുടെ വയറ്റിലേക്കും എത്തുന്ന സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയെല്ലാം ഈ മഞ്ഞപ്പിത്തത്തിന് കാരണമായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് എ എന്നുള്ള വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇതിന്റെ കാലയളവ് എന്ന് പറയുന്നത്, ഇൻക്യുബേഷൻ കാലയളവ് എന്ന് പറയുന്നത് 15 മുതൽ 28 ദിവസം വരെയാണ്. ഈ കാലയളവിൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും രോഗിയുടെ ഉള്ളിൽ വൈറസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് മറ്റുള്ളവരിലേക്ക് അത് പകർത്താനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ ഒരു മഞ്ഞപ്പിത്തത്തിന്റെ കൂടുതൽ ലക്ഷണങ്ങൾ എന്തെല്ലാം, രോഗലക്ഷണങ്ങൾ എന്തെല്ലാം എന്നുള്ളത് എന്റെ സുഹൃത്ത് മിസ് തീർത്ത പറയുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ വേണ്ടി പോകുന്നത് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. ഈ രോഗം സാധാരണയായിട്ടും 3 തരം ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. അതായത് ഒന്ന് പൊതുവായ ലക്ഷണങ്ങൾ, അതായത് മറ്റുള്ള രോഗത്തിന് ഉണ്ടാവുന്നത് പോലെ തന്നെയുള്ള ഏത് രോഗം വന്നാലും നമ്മുടെ ശരീരം കാണിക്കുന്ന പൊതുവായ ചില ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ രണ്ടാമതെന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരം ഈ രോഗത്തിനോട് മാത്രം കാണിക്കുന്ന അല്ലെങ്കിൽ ഈ രോഗം മാത്രം കാണിക്കുന്ന ചില സവിശേഷതകളാണ്. അതുപോലെ മൂന്നാമത്തെന്ന് പറഞ്ഞാല് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അഥവാ ഗുരുതരമായ സങ്കീർണതകളാണ് മൂന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഈ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഈ ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത് പറഞ്ഞാൽ കരളിനെയാണ്. കരൾ വീക്കം എന്നാണ് ഇതിന് മലയാളത്തിൽ പറയുന്നത്. അപ്പോ ഈ കരളിലുണ്ടാവുന്ന മുൻപേ കരളിന് വല്ല അസുഖങ്ങളുള്ളവരോ അല്ലെങ്കിൽ കൂടുതൽ പ്രായമുള്ളവരോ അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ള വല്ല രോഗങ്ങളോ ഉള്ളവർക്കാണ് ഇതിന്റെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാണപ്പെടുന്നത്. വളരെ കുറവാണെങ്കിലും ഈ ഹെപ്പറ്റൈറ്റിസ് എ മൂലം നമുക്ക് മരണം വരെ സംഭവിച്ചേക്കാം. ഇതില് ആദ്യം പറയുന്നത് പറഞ്ഞാൽ പൊതുവായ ആരോഗ്യ പ്രശ്നങ്ങൾ അഥവാ പൊതുവായ ലക്ഷണങ്ങളാണ്. ഒന്നാമത്തേത് ക്ഷീണം. ക്ഷീണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഏത് രോഗം സംഭവിച്ചാലും നമ്മുടെ ശരീരം അതിനോട് നമുക്ക് ക്ഷീണം ഉണ്ടാവും. അതായത് ഹെപ്പറ്റൈറ്റിസ് എയിൽ വരുന്ന ക്ഷീണം എന്ന് പറഞ്ഞാല് നമ്മുടെ സാധാരണയുള്ള നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ വരെ ബാധിക്കുന്ന തരത്തിലുള്ള ക്ഷീണമായിരിക്കും. അടുത്തതെന്ന് പറഞ്ഞാല് നമുക്ക് ഛർദി ആയിരിക്കും. നമുക്കറിയാം ഛർദിയിലൂടെ ധാരാളം വെള്ളം നമ്മൾ പുറത്തേക്ക് കളയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൂന്നാമതെന്ന് പറഞ്ഞാല് വിശപ്പില്ലായ്മയാണ്. നാലാമത്തേതെന്ന് പറഞ്ഞാല് നമുക്കറിയാം വിശപ്പില്ലായ്മ അതുപോലെ തന്നെ ഇടയ്ക്കിടെയുള്ള ഛർദി എന്തായാലും നമ്മുടെ ശരീരത്തിന്റെ ഭാരം അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് കുറയുന്നതായിരിക്കും. അപ്പൊ കൂടുതൽ നമ്മുടെ പേഷ്യന്റ് ക്ഷീണിതനായിട്ട് കാണപ്പെടും. അഞ്ചാമത്തെന്ന് പറഞ്ഞാൽ ഫീവർ അഥവാ പനി. സാധാരണ നമുക്കറിയാം എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരം അതിനോട് നാച്ചുറലായിട്ട് പ്രതികരിക്കുന്ന ഒരു പ്രതിക്രിയയാണ് പനി എന്ന് പറയുന്നത്. സാധാരണയായും ഈ മഞ്ഞപ്പിത്തത്തില് 100.4 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ പനി അല്ലെങ്കിൽ ശരീര ഊഷ്മാവ് ഉയർന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇടയ്ക്കിടെയുള്ള തലവേദന, ഇത്തരമായ ലക്ഷണങ്ങളുടെ ഇടയ്ക്കിടെയുള്ള സമ്മർദ്ദം മൂലം പേഷ്യന്റിന് അഥവാ രോഗിക്ക് നന്നായിട്ടുള്ള തലവേദന അനുഭവപ്പെടാം. അതുപോലെ തന്നെ ജോയിന്റ്സ് അല്ലെങ്കിൽ സന്ധികളിൽ ഉണ്ടാവുന്ന വേദന, അതുപോലെ തന്നെ മസിലിൽ ഉണ്ടാവുന്ന വേദന, ഇടയ്ക്കിടെയുള്ള ലൂസ് മോഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ഛർദിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്കിടെ ഉണ്ടാവും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരം നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന രീതിയിലും നമുക്ക് ഈ വയറിളക്കം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പൊതുവായിട്ട് എല്ലാ രോഗങ്ങളിലും ഉള്ള പോലെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള പൊതുവായ ലക്ഷണങ്ങളായിട്ട് ഈ ഹെപ്പറ്റൈറ്റിസിൽ പറയുന്നത്. ഇനി ഈ ഹെപ്പറ്റൈറ്റിസിൽ മാത്രം കാണപ്പെടുന്ന ഹെപ്പറ്റൈറ്റിസിന്റെ മാത്രമായ സവിശേഷതകളാണ്. ഇതിൽ ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് ഈ ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത് കരളിനെയാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഘടകമാണ് ബൈൽ എന്ന് പറയുന്നത്. ഈ ബൈൽ എന്ന് പറഞ്ഞ ഒരു വർണ്ണകമാണ്. അത് നമ്മുടെ
മൂത്രത്തിനും അതുപോലെ തന്നെ മലത്തിനും മഞ്ഞ നിറം നൽകുന്ന ഒരു വസ്തു കൂടിയാണ്. അപ്പോൾ ഈ കരളിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതോ അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന തകരാറുകളോ മൂലം നമ്മുടെ ഈ ബൈലിന്റെ പ്രവർത്തനങ്ങളും അതുവഴി നിലക്കുന്നു. ഈ ബൈലിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുന്ന ഈ അസന്തുലിതാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മൂത്രത്തിന് ഇരുണ്ട നിറം ഉണ്ടാവാം. അതായത് സാധാരണ നമ്മുടെ മൂത്രം ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള മൂത്രം കൂടുതൽ ഇരുണ്ടതായിട്ട് കാണപ്പെടാം. അതുപോലെ തന്നെ നമ്മുടെ മലത്തിന് ഒരു കളിമണ്ണിന്റെ നിറത്തില്, അതായത് സാധാരണയിൽ നിന്നും കുറച്ച് ഇളം നിറത്തിലുള്ള മലവും ഈ ഒരു സമയത്ത് കാണപ്പെടും. ഈ ഉദാഹരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ലക്ഷണമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മഞ്ഞ നിറം. അതായത് നമ്മുടെ സ്കിന്നിന്റെ പുറത്തൊക്കെ മഞ്ഞ നിറം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ അതിന് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. അതും ഈ ബൈലിന്റെ അസന്തുലിതാവസ്ഥ കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ തിണർപ്പുകൾ ഉണ്ടാവും. ചുവന്ന രീതിയിലുള്ള ചെറിയ ചെറിയ പൊടിപ്പുകളും തിണർപ്പുകളും നമുക്ക് അവിടെ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും. അതായത് ഈ ബൈല് നമ്മുടെ സ്കിന്നിന്റെ അടിയില് ചെന്ന് ഇങ്ങനെ ഇഞ്ഞു കൂടുന്ന സമയത്താണ് നമുക്ക് ഇത്തരം തിണർപ്പുകൾ ഉണ്ടാവുന്നത്. പിന്നെ ഉള്ളത് പറയാൻ നമുക്ക് കഠിനമായ വയറുവേദന. അതായത് നമുക്കറിയാം നമ്മുടെ കരൾ എന്ന് പറയുന്നത് നമ്മുടെ ദഹന പ്രക്രിയ ഏറ്റവും കൂടുതൽ അതിയിരിക്കുന്ന ഒരു ഇതാണ്. കാരണം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ദഹനത്തിൽ ഉത്പാദിപ്പിക്കുന്ന പല രാസവസ്തുക്കളും അതുപോലെ തന്നെ എൻസൈമുകളും ഈ കരളാണ് ഉത്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വഴി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇതിലുണ്ടാകുന്ന സമയത്ത് കഠിനമായ വയറുവേദന ഈ ഒരു സമയത്ത് രോഗിക്ക് അനുഭവപ്പെടാം. ഇത്രയാണ് ഗുരുതരമായ ലക്ഷണങ്ങളായി നമുക്ക് ഈ ഹെപ്പറ്റൈറ്റിസോ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി പറഞ്ഞാല് അതിഗുരുതരമായിട്ട്, അതായത് നമ്മുടെ രോഗിയുടെ ജീവനെ വരെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തൊക്കെ അടയാളങ്ങളാണ് ഈ ഹെപ്പറ്റൈറ്റിസ് കാണിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തേന്ന് പറഞ്ഞാല് ബോധമില്ലായ്മ. കൂടുതൽ പനിയൊക്കെ മൂർച്ഛിച്ച സമയത്ത് നമ്മുടെ രോഗിയുടെ ബോധം നഷ്ടപ്പെടുന്നു. രോഗിക്ക് ചുറ്റുമുള്ളത് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ആ സമയത്ത് ഉണ്ടാവുന്നതായിരിക്കൂല. അതുപോലെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പറഞ്ഞാൽ അപസ്മാരം. നമുക്കറിയാം പനി എന്ന് പറഞ്ഞാൽ 100.4 ഡിഗ്രി ഫാരൻഹീറ്റും അതിന്റെ മുകളിലും ആയിരിക്കും ഈ ഒരു പനിയുടെ മൂർച്ഛിച്ച സാഹചര്യത്തിൽ നമ്മുടെ നാഡീ വ്യവസ്ഥയെ ഈ പനി ബാധിക്കും സാരമായിട്ട്. അപ്പോൾ നമ്മുടെ ശരീരം ഈ അപസ്മാരത്തിനുള്ള ലക്ഷണങ്ങളും അതുപോലെ തന്നെ അപസ്മാരവും കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കൂടുതലായി നിലനിർത്തുന്നതോടെ നമ്മുടെ ശരീരത്തിലെ ലിവറിന്റെ പ്രവർത്തനങ്ങൾ അഥവാ കരളിന്റെ പ്രവർത്തനങ്ങളെ വളരെ സാരമായിട്ടും ഈ ഗുരുതരാവസ്ഥയിൽ ഇത് ബാധിക്കും. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ കരളിന്റെ പ്രവർത്തനം ചിലപ്പോൾ മുഴുവനായിട്ടും നിശ്ചലമായേക്കാം, അല്ലെങ്കിൽ കരളിൽ ഫൈബ്രോയിഡ് രൂപപ്പെട്ടേക്കാം. അതുപോലെ തന്നെ കരളിന്റെ സൈസ് കൂടി അതിന്റെ വലുപ്പം കൂടി കരൾ വീക്കം കൂടുതലായിട്ടും കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാല് നമ്മുടെ പേഷ്യന്റ്, അതായത് നമ്മുടെ രോഗി ഒരു കരളിന്റെ അസുഖമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ഒരാളാണ്, മൊത്തത്തിൽ അയാളുടെ ആരോഗ്യനില വളരെ താഴ്ന്ന രീതിയിലുള്ള ഒരാളാണെങ്കിൽ ഈ ഒരു രോഗം വരുന്നതോടുകൂടി അവർക്ക് മരണം വരെ സംഭവിക്കാം. അതായത് 3 ലക്ഷണങ്ങളാണ് പറഞ്ഞത്. നേരത്തെയുള്ള ലക്ഷണങ്ങൾ, അതായത് എല്ലാ രോഗങ്ങൾക്കും ഉണ്ടാവുന്ന പൊതുവായ ലക്ഷണങ്ങൾ, അതായത് അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ രോഗത്തിന്റെ മാത്രം സവിശേഷത എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇരുണ്ട നിറത്തിലുള്ള മൂത്രം, അതുപോലെ തന്നെ ഇളം കളിമൺ നിറത്തിലുള്ള മലം, കണ്ണിലും അതുപോലെ തന്നെ സ്കിന്നിന്റെ പുറത്തുണ്ടാവുന്ന മഞ്ഞ നിറം, കഠിനമായ വയറുവേദന, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ചുവന്ന തീർപ്പുകൾ. ഇതായിരുന്നു ഗുരുതരാവസ്ഥയിൽ ഈ രോഗം മൂർച്ഛിച്ച്, അതായത് നേരത്തെയുള്ള കണ്ടുപിടിക്കലല്ലാതെ ഈ രോഗത്തിൽ നമ്മൾ ഈ ചെറിയ ചെറിയ അടയാളങ്ങൾ വരുമ്പോൾ തന്നെ നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ അവഗണിച്ചതിന് ശേഷം ഈ രോഗം മൂർച്ഛിച്ച് കാണപ്പെടുന്നതാണ് അപസ്മാരം. അതുപോലെ തന്നെ നമ്മുടെ ലിവറിനുണ്ടാവുന്ന വീക്കം, ഫൈബ്രോയിഡ്, കോമ, ഇങ്ങനെയുള്ള അത് അവസാനം മരണം വരെ എത്തുന്നത്. അടുത്തതായി ഇതിന്റെ പ്രതിരോധ മാർഗങ്ങളെ കുറിച്ച് സംസാരിക്കാൻ മിസ് അഷ്നയാണ് ഹെപ്പറ്റൈറ്റിസ്, എന്തുകൊണ്ടാണ് ഹെപ്പറ്റൈറ്റിസ്, അതിന്റെ ലക്ഷണങ്ങൾ, ഇതൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ അത് നമ്മുടെ വീടുകളിൽ തന്നെ എങ്ങനെ നമുക്ക് അത് പ്രതിരോധിക്കാമെന്നാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ആദ്യത്തെ തന്നെ ശുചിത്വം. ശുചിത്വം വെച്ചാൽ വ്യക്തി ശുചിത്വം വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള ശുചിത്വം വരുന്നുണ്ട്. വ്യക്തി ശുചിത്വം തന്നെ ആദ്യം നമ്മൾ ദിവസേന കുളിക്കുക, കൈ കഴുകുക, അതായത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് 20 സെക്കൻഡ് തന്നെ കൈ കഴുകുക. ബാത്റൂം പോയതിനു ശേഷവും ഭക്ഷണം കഴിക്കുന്നതിന് ശേഷവുമാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം നമ്മളിപ്പോൾ ഒരു പൊതുവായിട്ടുള്ള ശൗചാലയമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ എത്ര പേര് വന്നു, ആരൊക്കെ വന്നു, അവർക്ക് എന്തൊക്കെ അസുഖം ഉണ്ടായിനോ, ഈ കാര്യങ്ങളൊന്നും നമുക്ക് ഒരാൾക്കും അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു കാര്യം നമ്മൾ ആ ഒരു ടൈമിൽ നമ്മളിപ്പം ശൗചാലയം അത് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം കൈ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിന്റെ ചുറ്റുപാടും നമ്മൾ കൃത്യമായിട്ട് വൃത്തിയോടെ സൂക്ഷിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ശുചിത്വമായിട്ടുള്ള വെള്ളവും ഭക്ഷണവും കഴിക്കാൻ ശ്രദ്ധിക്കണം.
വെള്ളം എന്ന് വെച്ചാല് തിളപ്പിച്ച് ആറ്റിയ വെള്ളം. ഭക്ഷണം എന്ന് വെച്ചാല് പാകം ചെയ്ത് നല്ലപോലെ കൃത്യമായി വെന്ത ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന മാത്രമല്ല, ഇപ്പൊ നമ്മുടെ വീട്ടിലിപ്പോ കിണറാണില്ലെങ്കിലും നമ്മള് ക്ലോറിനേഷൻ നമ്മളത് ചെയ്യാമല്ലോ. ബ്ലീച്ചിങ് പൗഡർ ഇട്ട് നമ്മൾ ക്ലോറിനേഷൻ ചെയ്യണം. അപ്പൊ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വെച്ചാല് സുരക്ഷിതമായിട്ടുള്ള ലൈംഗിക ബന്ധം. നമ്മളിപ്പോ പറഞ്ഞു വെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് എ നമ്മുടെ ശരീര സ്രവങ്ങളിൽ നിന്നും മറ്റുള്ളവർക്ക് പകരാൻ കഴിയും. അപ്പൊ നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ കോണ്ടംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം മാത്രം നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വരുന്ന വെച്ചാൽ നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ടവല്, ചീർപ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങള്, കുടിച്ച വെള്ളം, അതേകണക്ക് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ലേ മറ്റുള്ളവർക്കുമായിട്ട് കൊടുക്കാതിരിക്കുക. അതായത് അവരത് നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ, നമ്മളെ കാര്യങ്ങൾ അവർ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഹെപ്പറ്റൈറ്റിസ് രോഗി ഉപയോഗിക്കുന്ന പാത്രങ്ങളോ മറ്റു കാര്യങ്ങളോ നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് അവരുടെ സ്രവങ്ങൾ നമ്മളിലേക്ക് എത്താനും നമുക്ക് അസുഖം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. മദ്യപാനവും പുകവലിയും കൃത്യമായി ഒഴിവാക്കേണ്ടതാണ്. കാരണം മദ്യപാനം, പുകവലിയും നമ്മുടെ ശരീരത്തിലെ എന്താ പറയാ പ്രതിരോധ ശേഷിയെ കുറയ്ക്കുകയും അതിലൂടെ നമുക്ക് അസുഖം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴോ വെള്ളം കഴിക്കുമ്പോഴോ കൃത്യമായി ശ്രദ്ധിക്കും. കാരണം അവിടെ എങ്ങനത്തെ സാഹചര്യത്തിലാണ് ആ ഒരു ഭക്ഷണമോ വെള്ളമോ ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ എന്ന രോഗം വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇത് നമ്മൾ തന്നെ എടുക്കുന്ന കുറച്ച് മുൻകരുതലുകളാണ് ഈ ഒരു കാര്യങ്ങൾ. ഇനി നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ ഹെപ്പറ്റൈറ്റിസ് എ പ്രതിരോധിക്കാമെന്നാണ് പറയുന്നത്. കൃത്യമായി പ്രതിരോധത്തിന് വരുന്നതാണ് വാക്സിനേഷൻ. വാക്സിനേഷൻ എന്ന് വെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് കുട്ടികൾക്കും എടുക്കാം, മുതിർന്നവർക്കും കൊടുക്കാം. കുട്ടികളിൽ നൽകുന്ന വെച്ചാൽ 12 തൊട്ട് 23 മാസം ആയ കുട്ടികളിൽ ആദ്യത്തെ ഡോസും അവർക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ ഡോസ് എന്ന് പറയുന്നത് 2 തൊട്ട് 4 വയസ്സ് വരെയുള്ള അവിടെയാണ് നമ്മൾ രണ്ടാമത്തെ ഡോസ് കുട്ടികളിൽ എടുക്കുന്നത്. അവർക്ക് 0.5 ml ആണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എടുക്കുന്നത്. ഇനി മുതിർന്നവരിൽ വെച്ചാൽ 18 വയസ്സിന് ശേഷം നമ്മൾ എപ്പോഴാണോ ആദ്യത്തെ ഡോസ് എടുക്കുന്നത്, അതായത് മുതിർന്നവരിൽ എടുക്കുന്നത് 1 ml ആണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഡോസ് എടുക്കുന്നത്. അപ്പൊ 18 വയസ്സിന് ശേഷം എപ്പോഴാണോ നമ്മൾ ആദ്യത്തെ ഡോസ് എടുക്കുന്നത് അതിനുശേഷം 1 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ഡോസും മൂന്നാമത്തെ ഡോസ് എടുക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് എന്റെ ഡോസ് എടുക്കുന്നത് 6 മാസം കഴിഞ്ഞിട്ടുമാണ്. ഈ ഒരു വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ വെച്ചാൽ നമുക്ക് ഗവൺമെന്റ് തരുന്നതല്ല, നമ്മൾ പ്രൈവറ്റ് ആയിട്ട് പുറത്തുനിന്ന് എടുക്കേണ്ട വാക്സിൻ ആണ്. നമുക്ക് സാധാരണ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഈ ഒരു വാക്സിൻ അവൈലബിൾ അല്ല. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വാക്സിൻ ഇപ്പൊ നമ്മൾ കുട്ടികളുടെ ഡോസ് പറഞ്ഞ 0.5 ml ഒരു കുപ്പി, നമ്മളിപ്പോ ഒരു വയലെന്നാ പറയാറ്. അപ്പൊ ആ ഒരു ഇതിൽ അങ്ങനത്തെ 2 എണ്ണത്തിന് പീഡിയാട്രിക് വയലിൽ 2 എണ്ണത്തിനാണ് 4500 രൂപയാണ് വരുന്നത് ആ ഒരു മരുന്ന് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ. അപ്പൊ നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ ഒരു ശരാശരി ഇപ്പൊ ഒരു മുതിർന്ന മനുഷ്യനാണെങ്കിൽ 0.5 ml കുപ്പിയാണെങ്കിൽ 6 വയൽ വേണ്ടിയിട്ട്, അതായത് 3 ഡോസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. പക്ഷെ കുട്ടികളിൽ നമുക്ക് വെറും 2 കുപ്പി മതിയെന്നാ പറയുന്നത്. ഇനി ഇതിനെ കുറിച്ച് നമുക്ക് എങ്ങനെ ഹെപ്പറ്റൈറ്റിസ് എ രോഗം എന്ന് കണ്ടുപിടിക്കാനും അതിന്റെ ചികിത്സാ രീതികളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും നേരം അർച്ചന പറഞ്ഞു തന്നത് രോഗം വരാതിരിക്കാൻ എന്താ ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് രോഗത്തിനെ എങ്ങനെ നിർണ്ണയിക്കാം, രോഗത്തിനുള്ള ചികിത്സ എന്താണ്. രോഗനിർണയം എന്ന് പറയുമ്പോൾ നമുക്കിപ്പം മഞ്ഞപ്പിത്തം രോഗം പിടിപെട്ടാൽ എങ്ങനെയാണ് നമ്മൾ മഞ്ഞപ്പിത്തം കണ്ടുപിടിക്കുന്നത്. അപ്പൊ കണ്ടുപിടിക്കാൻ വിവിധ തരത്തിലുള്ള രക്തപരിശോധനകളാണുള്ളത്. ആദ്യം പറയുന്നത് LFT അഥവാ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. അതായത് നമ്മളുടെ കരളിന്റെ പരിശോധന ശരിയായ രീതിയിലാണോ നടക്കുന്നത് എന്ന് നോക്കുന്നതിനുള്ള രക്തപരിശോധനയാണ് LFT. അതായത് ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തമൊക്കെ നമ്മുടെ കരളിനെ ബാധിച്ചാൽ കരളിന്റെ ശരിയായ പ്രവർത്തനം നടക്കാതെ വരും. അപ്പോൾ LFT വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് PTINR അതായത് പ്രോത്രോംബിൻ ടൈം നോർമലൈസ്ഡ് റേഷ്യോ ആണ്. അതായത് രക്തം കട്ട പിടിക്കാൻ എത്ര സമയമാണ് ആവശ്യമുള്ളതെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റാണ് PTINR. അപ്പൊ നമ്മൾ വിചാരിക്കും കരളും രക്തവും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്. ബന്ധമുണ്ട്. കാരണം കരളിന്റെ ചില പ്രോട്ടീനാണ് രക്തം കട്ട പിടിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് കരളിന്റെ ചില പ്രോട്ടീനാണ്. അപ്പം ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തം പോലുള്ള രോഗം വന്ന് നമ്മുടെ കരളിന് കേടുപാടുകൾ ഉണ്ടായാൽ ഈ പ്രോട്ടീൻ ഉണ്ടാവില്ല. അപ്പൊ PTINRൽ മാറ്റം ഉണ്ടാവും. അവസാനമായി നമ്മൾ ചെയ്യുന്ന മറ്റൊരു രക്തപരിശോധനയാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ആന്റിബോഡി. അതായത് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ആദ്യം അതിനെ പ്രതികരിക്കും.
അതിനെതിരെ പ്രതികരിക്കും. അപ്പൊ നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന ഒരു ആന്റിബോഡിയാണ് ഹെപ്പറ്റൈറ്റിസ് എ ആന്റിബോഡി. അപ്പൊ ഇത് മൂന്നും വെച്ചിട്ട് നമുക്ക് രോഗത്തിനെ നിർണ്ണയിക്കാൻ പറ്റുന്നതായിരിക്കും. ഇതെല്ലാം വിവിധ തരത്തിലുള്ള രക്തപരിശോധനകളാണ്. ഇനി നമുക്ക് രോഗം വന്നാൽ രോഗത്തിനെ എങ്ങനെ ചികിത്സിക്കാം? ആദ്യം തന്നെ നമ്മൾ അറിയണം, ഇതിന് കൃത്യമായ ഒരു മരുന്നില്ല. വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ്യത ആയതുകൊണ്ട് നമുക്ക് ആന്റിബയോട്ടിക്കുകൾ ഒന്നും തന്നെ എടുക്കാൻ പറ്റില്ല. നമുക്ക് ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചികിത്സ മാത്രമാണുള്ളത്. എന്താണോ നമുക്ക് ബുദ്ധിമുട്ടുള്ളത്, എന്താണോ നമുക്ക് ലക്ഷണമുള്ളത്, അതിനനുസരിച്ചിട്ടുള്ള ചികിത്സയാണ് നമുക്ക് ഡോക്ടർ നിശ്ചയിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ പൂർണ്ണമായ വിശ്രമമാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ മറ്റൊരു കഠിന ജോലി ചെയ്യാൻ വേണ്ടി പാടില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പരിപൂർണ്ണ വിശ്രമം എടുക്കുക എന്നുള്ളതാണ്. പരിപൂർണ്ണ വിശ്രമം എന്ന് പറയുമ്പോൾ 3 തൊട്ട് 4 ആഴ്ചയെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ പരിപൂർണ്ണ വിശ്രമം എടുക്കണം. നമ്മൾ കൊറോണ ഉണ്ടായപ്പോൾ കഴിഞ്ഞ പോലെ വ്യക്തിബന്ധം, അതായത് സമ്പർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ തന്നെ നമ്മൾ ഇരിക്കേണ്ടതാണ്. കൃത്യമായ ഉറക്കവും നമ്മൾ പാലിക്കണം. കൃത്യമായ ഉറക്കം എന്ന് പറയുമ്പോൾ ഒരു 6 തൊട്ട് 8 മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കണം. പരിപൂർണ്ണ വിശ്രമവും ഉറക്കവും. രണ്ടാമത് ആഹാര രീതിയുടെ കാര്യം. ആഹാര രീതിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പഴങ്ങള്, പച്ചക്കറികള്, മറ്റു ധാന്യങ്ങള്, പയർവർഗ്ഗങ്ങള് എല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മൾ എണ്ണ അടങ്ങിയ ആഹാരങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. എണ്ണ, കൊഴുപ്പ്, വറുത്തത്, പൊരിച്ചത് തുടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അപ്പൊ നമ്മള് പഴങ്ങളും പച്ചക്കറികളും കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഉള്ള ഒരു പ്രവണതയാണ് നമ്മൾ കഴിക്കാതെ പഴങ്ങളും പച്ചക്കറികളും കറി വെക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അഥവാ ഈ വൈറസ് പഴത്തിന്റെ തൊലിന്റെ മുകളിലൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ കഴുകുമ്പോൾ വൃത്തിയുള്ള വെള്ളത്തിൽ തന്നെ നമ്മൾ ഇത് കഴുകുന്നു എന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ സാധാരണ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വീട്ടിൽ നിന്ന് പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പൊ സാധാരണ ഒരു അളവിൽ പറയുകയാണെങ്കിൽ നമ്മൾ 1 ലിറ്റർ പച്ചവെള്ളം എടുക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് 10 മിനിറ്റെങ്കിലും, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് പച്ചവെള്ളത്തിൽ നമ്മൾ പഴങ്ങളും പച്ചക്കറികളും പൊതിർത്തി വെക്കുക. 10 മിനിറ്റെങ്കിലും നമ്മൾ പൊതിർത്തി വെച്ചതിന് ശേഷം വീണ്ടും പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അഥവാ പഴങ്ങളെല്ലാം നമ്മൾ കഴിക്കുന്നതെങ്കിൽ തൊലി കഴിഞ്ഞിട്ട് കഴിക്കാനും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത് മദ്യപാനം. ഈ ഒരു സമയത്ത് മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കുക. പിന്നെ നമ്മൾ ഭക്ഷണം പുറമേ നിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. വൃത്തിയുള്ള ആഹാരം, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും വൃത്തിയുള്ളതാണ്, ശുദ്ധമാണെന്നാണ് നമ്മൾ ഉറപ്പുവരുത്തുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം കൈ കഴുകുക എന്നുള്ളതാണ്. കയ്യിൽ ഇപ്പോൾ വൈറസ് ഉണ്ടെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ കൈ കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കൊറോണ വന്നപ്പോൾ നമ്മൾ എല്ലാവരും കൈ കഴുകിയിട്ടുണ്ട്. അതായത് കൈ കഴുകുന്നത് 20 സെക്കൻഡ് എങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് 20 സെക്കൻഡ് എങ്കിലും നമ്മൾ കൈ കഴുകേണ്ടതാണ്. ഇതെല്ലാം നമ്മൾ ആഹാര രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്തതായിട്ട് വെള്ളം കുടിക്കണം. അതായത് നമുക്കറിയാം, നമ്മുടെ ലക്ഷണങ്ങൾ ആദ്യം പറഞ്ഞു, നമ്മൾ ഒരുപാട് ഛർദ്ദിക്കുന്നുണ്ട്, വയറിളക്കം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നിന്ന് ധാരാളം ധാതു ലവണങ്ങൾ നഷ്ടപ്പെടുകയും നിർജ്ജലീകരണം സംഭവിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ വെള്ളങ്ങളൊക്കെ തിരിച്ചെടുക്കേണ്ട ആവശ്യകത കൂടുതലാണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം, തിള എന്നുകൊണ്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ എല്ലാവരും വെള്ളം തിളക്കുന്നത് വരെ കാത്തു നിൽക്കും, എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്യും. അങ്ങനെ നമ്മൾ ചെയ്യരുത്. തിളച്ചതിന് ശേഷം, അതായത് വെള്ളത്തിൽ തിള വന്നതിന് ശേഷം 3 തൊട്ട് 5 മിനിറ്റ് വീണ്ടും അത് തിളക്കാൻ നമ്മൾ അനുവദിക്കണം. എന്നാൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും വൈറസ് പോലുള്ളവ ഉണ്ടെങ്കിൽ അത് നശിക്കുകയുള്ളൂ. വെള്ളം തിളച്ചതിന് ശേഷം 3 തൊട്ട് 5 മിനിറ്റ് കൂടി വെള്ളം തിളക്കുക. എന്നിട്ട് ആറിയതിനു ശേഷം വെള്ളം നമ്മൾ കുടിക്കുക. കരിക്കും വെള്ളം, ഇളനീരും വെള്ളം, കഞ്ഞിവെള്ളം തുടങ്ങിയവ കുടിക്കുന്നത് നല്ലതായിരിക്കും. സാധാരണ ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ, സ്ത്രീകളിൽ നമ്മൾ 2 തൊട്ട് 2.5 ലിറ്റർ വെള്ളം ഒരു ദിവസം കഴിക്കണം എന്ന് പറയുന്നു. പുരുഷന്മാരാണെങ്കിൽ 2.5 ലിറ്റർ തൊട്ട് 3 ലിറ്റർ വരെ വെള്ളം കുടിക്കണം എന്ന് പറയുന്നു. എന്നാൽ നമുക്കിന്ന് ടെക്നോളജി എല്ലാം വളരെ പുരോഗതിയിലെത്തിയ ഒരു കാലഘട്ടമാണ് നമ്മളത്. അപ്പൊ നമ്മുടെ ഫോണിൽ തന്നെ ഒരു ആപ്പ് ഉണ്ട്, വാട്ടർ ട്രാക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഈ ആപ്പ് വഴി നമ്മൾ പ്ലേ സ്റ്റോറിൽ വാട്ടർ ട്രാക്കർ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഇതിൽ നമ്മുടെ വെയിറ്റും നമ്മളെ ജെൻഡർ, മെയിൽ ആണോ ഫീമെയിൽ ആണോ, വെയിറ്റും എന്താണ് അടിച്ചു കൊടുത്താൽ ഒരു ദിവസം നമ്മൾ എത്ര ലിറ്റർ വെള്ളം കഴിക്കണം എന്നുള്ളത് ഈ ആപ്പ് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരുടെയും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. വാട്ടർ ട്രാക്കർ എന്നാണ് ആപ്പിന്റെ പേര്. അപ്പൊ ഇതനുസരിച്ചിട്ട് നമുക്ക് എത്ര വെള്ളം ഒരു ദിവസം കുടിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും.
അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തണുത്ത പാനീയങ്ങൾ, അതായത് ശീതള പാനീയങ്ങൾ, സോഡ, പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളും വെള്ളങ്ങളും കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവസാനമായിട്ട് നമ്മൾ പറയുന്ന കാര്യം, നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇപ്പൊ ആരോഗ്യ ഡിസ്പെൻസറി ഇവിടെ ഉണ്ട്, ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട്. നമ്മളിന്ന് അവിടെ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു മികച്ച ചികിത്സ, ഹെപ്പറ്റൈറ്റിസ് വന്നാൽ മികച്ച ചികിത്സ തൊട്ടടുത്തുള്ള ആയുർവേദ ഡിസ്പെൻസറിയിലും അവൈലബിൾ ആയിട്ട് നമുക്ക് ലഭ്യമായിട്ട് കിട്ടുന്നുണ്ട്. കൃത്യമായ മരുന്ന് അതിനില്ല. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലക്ഷണങ്ങളെ ആശ്രിതമായിട്ടുള്ള മരുന്നുകളും കരളിന് നീർവീക്കാണ് ഉണ്ടാവുന്നത്. അപ്പൊ ആ വീക്കം കുറയാനുള്ള മരുന്നുകൾ നമ്മൾ ആയുർവേദ ഡിസ്പെൻസറിയിൽ നിന്ന് കിട്ടുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ 2 ഡോസ് വാക്സിൻ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചികിത്സ എന്ന രീതിയിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പരിപൂർണ്ണ റെസ്റ്റ് തന്നെ, വിശ്രമം എടുക്കുക, ഉറങ്ങുക, ആഹാരം കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളവും നല്ലതാണെന്ന് ഉറപ്പുവരുത്തുക, പരമാവധി സമ്പർക്കം ഒഴിവാക്കുക. ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി മിസ് ആദിത്യ. ഇവിടെ ഇപ്പൊ ഇതുവരെ പറഞ്ഞത് ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ കരളിക്കുന്ന അസുഖത്തിന് പ്രതിരോധ മാർഗങ്ങളെ പറ്റിയാണ്. അപ്പൊ ഇത് നമുക്ക് ഇത്രയൊക്കെ പ്രതിരോധ മാർഗങ്ങൾ എടുത്താൽ കൂടി ഇത് കൂടുതൽ തീവ്രമാവാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. പക്ഷെ അത് വളരെ അപൂർവമായി സംഭവിക്കുന്നതാണ്. ഇപ്പൊ ഒരു 100 ഹെപ്പറ്റൈറ്റിസ് എ രോഗികളുണ്ടെങ്കിൽ അതിൽ ഏകദേശം ഒരാൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള സങ്കീർണതകളിലേക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് എ പോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സങ്കീർണതകൾ കൂടുതലായി കഴിഞ്ഞാൽ അത് രോഗിയുടെ മരണത്തിന് വരെ കാരണമാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ തന്നെ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ കരൾവീക്കം എന്നുള്ള അസുഖത്തിന് നമുക്കൊരു പരിധി വരെ ചെറുത്ത് നിൽക്കാൻ സാധിക്കുന്നതാണ്. ഇതിനൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ പേഷ്യന്റിന്റെ മാനസിക ആരോഗ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ഒരു അസുഖബാധിതനായ രോഗി മാനസികമായി വളരെ വീക്കാണെങ്കിൽ നമ്മൾ എത്ര തന്നെ ചികിത്സ കൊടുക്കും, അത് അവർക്ക് ഒരു പ്രയോജനമല്ലാത്ത രീതിയിലേക്ക് വരും. അപ്പം പേഷ്യന്റിന് ഇതിനെപ്പറ്റി നമ്മൾ ബോധവാന്മാരാക്കുന്നതിനായിട്ട് സൈക്കോളജിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ മാനസിക സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ ഇതൊക്കെ കൊടുക്കുന്നതിലൂടെ തന്നെ ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ കരൾവീക്കത്തിന്റെ അസുഖത്തിനെ പറ്റി നമുക്ക് രോഗികളെ പറഞ്ഞ് മനസ്സിലാക്കാനും അതെങ്ങനെയൊക്കെ അതിൽ നമുക്ക് ചെറുത്ത് നിൽക്കാനും എങ്ങനെയൊക്കെ അതിനെ പ്രതിരോധിക്കാനൊക്കെ രോഗികൾ ഒരു പരിധി വരെ മനസ്സിലാക്കുന്നു. അപ്പം ഇവിടെ ഇപ്പൊ നമ്മുടെ ഇതുവരെ സംസാരിച്ചത് ഹെപ്പറ്റൈറ്റിസ് എ എന്താണ്, അത് എങ്ങനെയൊക്കെ വ്യാപിക്കുന്നു, നമുക്ക് എങ്ങനെയൊക്കെ അതിന്റെ രോഗലക്ഷണങ്ങൾ, നമുക്ക് എങ്ങനെയൊക്കെ അത് തിരിച്ചറിയാം, ഏതൊക്കെ പ്രതിരോധ മാർഗങ്ങളാണ്, അതിനെ പറ്റിയൊക്കെയാണ് ഇതുവരെ ഇവിടെ സംസാരിച്ചത്. ഇതിനെ പറ്റി പറയാം.